ഹലോ ഗൈസ്, പുതിയൊരിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി എന്താ ഉള്ളത്? ഇനി ഒന്നുമില്ല. വേൾഡ് ഒരു കാര്യം ചെയ്യും, ഒരു വെള്ളത്തുണിയും 2 ഓലക്കീറും മൂക്കി വയ്ക്കാൻ പന്നിയും കൂടെ എടുത്തോ, ശവം അങ്ങ് പുതപ്പിക്കാം. അത്ര ഇനി ചെയ്യാനുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് തള്ളി തരാനും വിലയേറിയ അഭിപ്രായങ്ങൾ മസ്റ്റ് കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും _100_107 നമ്മുടെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അങ്ങ് പോയേക്കാം. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലടേ. ഒരു ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ കടന്നു പോകുന്നത് ആത്മാഭിമാനം പണയം വെക്കേണ്ട അങ്ങേയറ്റത്തെ ഗതികെട്ട അവസ്ഥയിലൂടെയാണ്. അതായത് അപമാനം എന്നത് ഉച്ചയ്ക്ക് മേലെ കയറി ഇരുന്ന് ഇങ്ങനെ ഒരു താഴേക്ക് പാതാളത്തെക്കാൾ താഴേക്കാണ് ഇപ്പോൾ ഒരു ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ ഫേസ് ചെയ്യുന്ന അവസ്ഥ എന്ന് പറയുന്നത്. മാനേജ്മെന്റിന് മൂട് താങ്ങികളല്ലാതെ ഇപ്പോഴത്തെ ഈ അവസ്ഥ എന്താ പറയുക, ബെസ്റ്റ് എന്ന് ആരും പറയില്ല. അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു സിംഗിൾ ഉദാഹരണം പറയാമോ? ഡേവിഡ് ജെയിംസ് മുതൽ ഇവാൻ ആശാൻ വരെ നീണ്ടു നിൽക്കുന്ന നമ്മുടെ പരിശീലകർ, ഹ്യൂമേട്ടൻ മുതൽ അഡ്രിയാൻ ലൂണ വരെ നീണ്ടു നിൽക്കുന്ന നമ്മുടെ താരങ്ങൾ, അവരെല്ലാം അത്രമേൽ സമർപ്പിച്ച് ചെയ്ത ഇത്രയും വളർത്തിക്കൊണ്ടുവന്ന ഈ ക്ലബ്ബ്, അവരുടെ എല്ലാം ചോര നീരാക്കി വളർത്തിക്കൊണ്ടുവന്ന ഈ ക്ലബ്ബ് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ ഫേസ് ചെയ്ത് പോയിട്ടുള്ള ഒരു കാലഘട്ടം ആർക്കെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഇല്ല. ഈ മാനേജ്മെന്റ് ആണ് അതിലേക്ക് എത്തിച്ച, ഈ മാഗ്നം സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഇവന്മാരാണ് അതിലേക്ക് എത്തിച്ചതെന്ന് പകൽ പോലെ വ്യക്തമാണ് ഗൈസ്, പകൽ പോലെ വ്യക്തം. മന്നപ്പലയുടെ തീരുമാനത്തെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. ഔദ്യോഗിക ആരാധക സംഘടന തന്നെ അങ്ങനെ തീരുമാനിച്ചുവെങ്കിൽ അത് അവിടെ ഉണ്ട്. അതിൻ്റെ ആഴം എത്രത്തോളമാണ് നമ്മൾ അനുഭവിക്കുന്നതെന്ന് അവിടെ ഉണ്ട്. മിക്കവാറും ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ബാംഗ്ലൂർ FC-ക്കെതിരെയാണ് അടുത്ത മത്സരം. അവന്മാർ ബാംഗ്ലൂരിലേക്ക് വിളിച്ചു വരുത്തി ബിരിയാണി തന്ന് വിടാനുള്ള സാധ്യത നല്ല രീതിയിലുണ്ട്. ആന ബിരിയാണി വെള്ളം പോകുമാർ ഇങ്ങനെ പോവുകയാണെങ്കിൽ. ഈ ആഷ്ലി വസൂട്ടൻ നമ്മുടെ പരിശീലകനോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, സർ ഇങ്ങനെ പറ്റത്തില്ലെങ്കിൽ ഇങ്ങനെ പ്രസ് കോൺഫറൻസിൽ വന്ന് തള്ളാൻ നിൽക്കരുത്. തള്ളാതെ അന്തസ്സായിട്ട് ജയിച്ചിട്ട് തള്ളു. അതിനൊരു അന്തസ്സുണ്ട്. എന്തുവാണിത്? എനിക്ക് മനസ്സിലാവുന്നില്ല ഗൈസ്, എങ്ങോട്ടാണ് ഈ ക്ലബ്ബ് പോകുന്നതെന്ന്. അഭിക്ഷാത്രിയുടെ കാര്യം പറയണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ പ്യുവർ നെപ്പോട്ടിസം കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ, സ്വന്തം അനിയൻ മീഡിയ ഫീൽഡിൽ ആത്മാഭിമാനത്തെ പോലും, ആരാധകരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതി അനിയൻ കയറൂരി പോയിട്ടും അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല. ഇപ്പം ഫസ്റ്റ് ഹാഫിൽ നമുക്കെതിരെ സ്പോർട്ടിംഗ് ഏതായാലും ഗീവ് അവേ ആണ് 3 പോയിന്റ്. ഫസ്റ്റ് ഹാഫിൽ നമുക്കെതിരെ ഗോൾ അടിച്ചിരിക്കുന്ന മുഹമ്മദ് ഐമൻ നമ്മൾ വളർത്തിവിട്ട താരമാണ്, നമ്മുടെ അക്കാദമിയിൽ നിന്ന് വളർന്നു വന്ന താരം. അതങ്ങനെയാണ്. 4 പൈസ എന്ന് കേൾക്കുമ്പോൾ കണ്ണ് മഞ്ഞളിച്ച് പറഞ്ഞ കൂടിപ്പോവും. ഇങ്ങനെ താരങ്ങളെ കൊടുത്താൽ നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന താരമാണെന്ന് ഓർക്കണം ഗൈസ്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. പിള്ളേർ വന്ന് നെഞ്ചത്ത് തന്നിട്ട് പോകും. ഇത് ചോദിച്ച് വാങ്ങിയത് തന്നെയാണെന്ന് പറയാവുള്ളൂ. എൻ്റെ ഒരു കസിൻ, ഞാൻ വാഴ 2 കാണാൻ പോയിരുന്നു. അവൻ പറഞ്ഞതാണ്, ആഷ്ലി വസൂട്ട് വന്നില്ലേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രതീക്ഷ വെക്കാന്ന്. ഒന്നുമില്ല, അങ്ങേര് ഇതിലും തള്ളാന്ന് ഇപ്പം മനസ്സിലായി. ആഷ്ലിയെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവന്മാർ നല്ല പ്ലേയേഴ്സിനെ കൊടുക്കണ്ടേ? ഇറച്ചിക്കോഴികളെ പോലെ പ്ലേയേഴ്സിനെ തൂക്കി വിൽക്കുന്നു. പിന്നെ ആരാധകർ ചോദിക്കും, ഞങ്ങൾ ഹൈദരാബാദിലോട്ട് പോകും. തുമ്മേ തെറിക്കുന്ന മൂക്കാണെ പോട്ടെ എന്ന് വെക്കണം പുല്ല്. ഹൈദരാബാദിലോട്ട് പൊക്കോട്ടെ, എന്തോ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഹൈദരാബാദ് FC-ക്കെതിരെ നമ്മളന്ന് ഫൈനൽ കളിച്ചു 8ാം സീസണിൽ. ഒന്ന് ആർക്കെങ്കിലും കാണിക്കാൻ പറ്റുമോ തെലുങ്കാനയിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയാസ് കവർ ചെയ്ത പോലെ ഒരു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വേഴ്സസ് ഹൈദരാബാദ് FC മത്സരം ഏതെങ്കിലും മീഡിയ തെലുങ്കാനയിൽ കവർ ചെയ്തിട്ടുണ്ടോ എന്ന് ആർക്കെങ്കിലും ഒന്ന് കാണിക്കാൻ പറ്റുമോ? ഇല്ല. ഇവിടെ കിട്ടുന്ന ഒരു മീഡിയ പബ്ലിസിറ്റി, ഇവിടെ കിട്ടുന്ന ഒരു മാർക്കറ്റ് വാല്യൂ ഹൈദരാബാദിൽ ചെന്നാൽ കിട്ടും. മാങ്ങാത്തൊലി കിട്ടും. ഒന്നും കിട്ടില്ലെന്ന് ഉറപ്പാണ്. ഹൈദരാബാദിൽ പോയിട്ടൊന്നും ഒരു കാര്യമില്ല. അവിടെ ചെന്ന് പിച്ചച്ചട്ടി എടുത്തുകൊണ്ടിരിക്കാം. മാർക്കസ് മർഗിലാവും, നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ സ്പോർട്സ് എഡിറ്റർ, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഹൈദരാബാദ് എന്ന് പറഞ്ഞ ക്ലബ്ബ് ഉള്ളതായിട്ട് അവിടെ പലർക്കും അറിയില്ല എന്ന് തെലുങ്കാനയിൽ. അതേപോലെ വരുൺ ത്രിപുരാണി, കേരള ബ്ലാസ്റ്റേഴ്സ് മുൻ CEO-യും ഹൈദരാബാദ് FC-യുടെ CEO ആയിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഹൈദരാബാദ് FC എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് ട്രെയിനിങ് ഗ്രൗണ്ട് ഉൾപ്പെടെ ഉണ്ടാക്കിയിട്ടും ഒരു പ്രയോജനവും ഉണ്ടായിരുന്നില്ല എന്ന്. അത്രയേ ഉള്ളൂ. എന്തായാലും നല്ലതായിട്ട് നല്ല രീതിയിലേക്ക് ഒപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലേ. ആ കോച്ചല്ല പോകേണ്ടത്, താരങ്ങളല്ല പോകേണ്ടത്. മാഗ്നം സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, നിഖിൽ V നിമഗത, അദ്ദേഹത്തിൻ്റെ അച്ഛൻ നിമഗത പ്രസാദ്, നിങ്ങൾ ഈ ആരാധകർ, ഇത്രയും പാഷനേറ്റായ ആരാധകരെ അർഹിക്കുന്നില്ല സർ. സോ പ്ലീസ്
ഇറങ്ങി ഒന്ന് പോയിത്താ. നിങ്ങൾ ഈ ക്ലബിനെ മാനേജ് ചെയ്യാൻ നിങ്ങൾ അർഹിക്കുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിരുന്നതുവരെ